നമസ്കാരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് ശ്രീ അരുൺ പെരുവണ്ണാൻ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അന്നേരം ചോദ്യവിളക്ക് കത്തിച്ച് ശേഷം ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളിലും തുടങ്ങും. പിന്നെ നാളെ തുറന്നു രാത്രി അഭിഷേകം. അതൊരു സമയം നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റും. ഞാൻ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നിരുന്നു അതിന്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാലോ, കണ്ടില്ലേ? ഒന്നിനും നമുക്കിപ്പോൾ പൂജേൻ്റെ ഒരു ഇത്ര സമയത്തിനാവും, ഇത്ര ടൈം ആവുന്നില്ല. നമ്മളിപ്പോൾ തണ്ണിയും തന്നെ ഒരു 9 മണി 8:30 9 മണിക്ക് തണ്ണിയും കുടീൻ്റെ ചടങ്ങ് നടന്ന് എടുത്ത് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെ വന്നാൽ തന്നെ ഈ ചന്ദ്രേര മാവിൻ്റെ ചോട്ടിൽ ഇരുന്നാൽ തന്നെ അവിടുന്ന് ഈ അടിയന്തരവും അടുത്ത ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കിട്ടും. പക്ഷേ ആ ടൈം അവർ ഒരു ദിവസം 12 മണി 1 മണി 1:30 മണിയല്ലോ. അതാ സമയത്തിൻ്റെ എല്ലാം കണക്കാണ്. അപ്പോൾ ചിലർക്ക് ഇതെന്താകാത്ത ഇത്ര സമയമായി നിൽക്കുന്നുള്ള ചിന്തയുണ്ടാവും. അപ്പോൾ ഈ ഓരോ വാക്ക് മനസ്സിലാകാത്ത കാര്യം ഇതാണ്. എല്ലാ അമ്പലത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ ഒരു ദേവന്റെ സന്നിധാനം. ഈ ഒരു യാഗഭൂമി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ ഇത്രയും ഈ ഓരോ കയ്യാലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ അത് തന്നെ ഒരു പർണശാലകൾ എന്ന് പറയുന്നത്. അതെല്ലാം താൽക്കാലികം. ഇവിടെ ഒന്നും പെർമനന്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ. ഈ ഉത്സവം കഴിഞ്ഞാൽ ചിലവർ പറയും ഇത് കത്തിച്ച് കളയുന്നെല്ലാം പറയുന്നുണ്ട്. കുറേ ആൾ ചോദിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കലില്ല, അല്ല ഇത് കത്തിക്കലില്ലേ, അപ്പോൾ അത് കത്തിക്കുന്ന സമയം അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. അത് പഴയ ഒരു ആരോ പറഞ്ഞൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊന്നും കത്തിക്കൊന്നുമില്ല. ആകെ ശ്രീകോവിലിൻ്റെ ഇടയ്ക്കിലെ ആ കലശാട്ടായെന്ന് ആ ശ്രീകോവിലിൻ്റെ അത് പൊളിച്ചു മാറ്റും. അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൂടെ അത്രയേ ഉള്ളൂ. ഈ അതിന് നെയ്യാട്ടം കഴിഞ്ഞ് പിറ്റേന്ന് പണ്ടാരം നിന്നിട്ട് ഈ ഭഗവാന്റെ എല്ലാ തിരുവാഭരണങ്ങളും എല്ലാം കരിമ്പന ഗോപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണത്തണ. ഇതിൻ്റെ ഒരു എന്താ പറയുക, കൊട്ടിയൂർ മഹാദേവന്റെ ഭൂമി ഇവിടെയാണെങ്കിലും ഇതിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് ദേവിമാർ സങ്കല്പ സന്നിധാനങ്ങളെല്ലാം കൊട്ടിയൂരാണ്. അല്ല, മണത്തണ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും മണത്തണ? ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ. പേരാവൂരിന്റെ ഏതാണ്ട് പേരാറത്തണ്ട, അതിന് മുമ്പേ ഇപ്പം മണത്തണ തന്നെ, മണത്തണ ഗ്രാമം. അപ്പോൾ അവിടെ നഗരേശ്വരമുണ്ട്. നഗരേശ്വരം എന്ന് പറഞ്ഞാൽ വലിയൊരു ശിവ സ്വയംഭൂവായ ഒരു അമ്പലമുണ്ട്. ഉണ്ടായ വിഷ്ണു ക്ഷേത്രത്തിന്റെ നേരെ അടുത്തായിട്ട് വരുവാ. എല്ലാ കാവുകളും ഏറ്റവും കൂടുതൽ ഭഗവതിമാരാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ ആദ്യം തന്നെ ഭഗവതിക്ക് തന്നെ പൂജ ആദ്യം. ഇവിടെ ഇപ്പോൾ എഴുന്നള്ളത്തായാലും ഭഗവതിയാണ് മുന്നിലുണ്ടാവും. ഭഗവാനെ കട്ടി ഭഗവതിന്റെ നാടാണല്ലോ. അതെ, അമ്മേന്റെ ദേശം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇപ്പൊ ഈ ഒരു കഴകം എന്ന് പറഞ്ഞാൽ മണത്തണ, ഇപ്പൊ ഈ കൊട്ടിയൂർ മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭഗവതിമാർക്കാണ്. ഇപ്പം മണത്തണ തന്നെ എത്രയോ ഭഗവതി ക്ഷേത്രങ്ങളുണ്ട്. കളിയാട്ടം നടത്തുന്നുണ്ട്. എല്ലാത്തും ഇപ്പം പുനരുദ്ധരിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഈ ശിവക്ഷേത്രത്തിന്റെ പേരെന്ന് പറഞ്ഞു എവിടെ? നഗരേശ്വരം. നഗരേശ്വരം എന്ന് പറഞ്ഞാൽ അപ്പം അതൊന്ന് കാണണം. അത് അതിപുരാതനമായ അമ്പലം. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല, നമുക്കറിയില്ല. അമ്പലം അറിയാം. ഈ മഹാ അടിയന്തര യോഗം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഇവിടെ അടിയന്തര യോഗം ഉണ്ട്, മഹാ അടിയന്തര യോഗം. അപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പം അത് അവിടെ വെച്ചിട്ട് അവരും ചേരും. പണ്ട് കാലത്ത് ഇപ്പം നമ്മളിപ്പം പല രാജ്യങ്ങൾ ചേർന്നിട്ട് ഓരോ രാജ്യത്ത് ഓരോ പ്രധാനമന്ത്രിമാർ ചെയ്യുന്നൊരു കാര്യങ്ങളുണ്ട്. ഇത്ര ആൾ ഉച്ചകൂടി എന്നെല്ലാം പറയുന്നത്. അപ്പം അതുപോലെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ആ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് അടിയന്തരവും, മഹാ അടിയന്തരവും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് അത്രയും ഒരു കാലഘട്ടത്തിൽ ടിപ്പുവിൻ്റെ എല്ലാം കാലഘട്ടത്തിൽ നശിക്കപ്പെട്ടു വരും കുറേ ക്ഷേത്രങ്ങൾ. ഇപ്പം കരിമ്പന ഗോപുരം എന്ന് പറഞ്ഞത് അതെല്ലാം കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പം പോയാൽ നമുക്ക് അവശിഷ്ടങ്ങൾ കാണും അതിൻ്റെ. പക്ഷെ അതൊക്കെ തകർക്കപ്പെട്ടു പോയി. കുറേ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഇപ്പോൾ കണ്ണയന്നൂരൊരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്, അതൊക്കെ തകർത്ത കുറേ അമ്പലങ്ങൾ ഇപ്പം എല്ലാം പുനരുദ്ധരിക്കുന്നില്ല. അതിലൊക്കെ അമ്പലം ഇപ്പം ഈ പ്രക്കുളം നീരോന്നൽക്കായാലും നമ്മൾ ആ അമ്പലത്തിൽ പോയി ഇങ്ങോട്ടേക്ക് വരുക. അവിടെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇപ്പം ചില സ്ഥാനികന്മാർ അവിടെ പോയിട്ട് വരും. അതായത് പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവർ അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അല്ല ഇവിടുന്ന് ഇപ്പം കുറച്ച് ഭക്തന്മാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് എന്തെല്ലാം ഇതിൻ്റെ ഉപക്ഷേത്രങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പോക്കുണ്ട്. അവരവിടെ പോകും അമ്പലത്തിലേക്ക്. മണത്തണയിൽ സ്കൂൾ റോഡിനാണ്. അതൊരു 1.5 കിലോമീറ്ററിനുള്ളിൽ വരും. ഞാൻ കേട്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ നീലിയാർ ഭഗവതിന്റെ ഒരു ആരൂഢായിട്ട് അല്ല അങ്ങനെ പറയുന്നത് അവിടെയായിരുന്നു അതിന്റെ ഒരു ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മാങ്ങാട്ട് പറമ്പ് കണ്ണൂര് നീലിയാർ ഭഗവതി എന്ന് പറഞ്ഞ ഭഗവതി ഇവിടുന്ന് പോയതാണ്. ഇപ്പം മണത്തണക്കാളി എന്ന് പറഞ്ഞ ഭഗവതിനെയും നീലിനെയും കൂട്ടി കോർത്തിട്ട് ആണ് ചേർത്ത് പറയുന്നുണ്ട്. കുളക്കടവിലിരുന്ന് ഇത് പിടിക്കുന്നത് അത് മണത്തണ പോതിയും അല്ലെ. മണത്തണ പോതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ശരിക്കും മണത്തണ പോതിയല്ല, മണത്തണ കാളിയാണ്. അതായത്
നീലക്കരിങ്കാളി എന്നാണ് എൻ്റെ പേര്. പേര് അപ്പം ഓരോ പേരിലറിയും. പക്ഷേ നീലക്കരിങ്കാളി വേറെ, ഈ നീലി വേറെ. മാങ്ങാട്ട് ഓർമ്മയ്ക്ക് അതിൻ്റെ സ്ഥാനം മണത്തനുണ്ട്. മണത്തന തന്നെയാണ് അതിൻ്റെ സ്ഥാനം. പക്ഷേ ഇതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കാണ്ട് വിവരണം കൊടുക്കുന്നു. ഈ നീലാർവട്ടം കാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം മാറ്റിയിട്ടുണ്ട് പണ്ട് കാലത്ത്. പണ്ട് അതിൻ്റെ സ്ഥലത്ത് അത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സമുദായത്തിൽപ്പെട്ടവർക്ക് ഓരോ സ്ഥാനം ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരു സ്ഥാനം അവരെ പണ്ട് കാലത്ത് ഈ കോട്ടങ്ങൾ പറയണ്ടേ, ഈ അന്നേരം നമ്മൾ കുറേ കഥകൾ പറയുന്നത്, ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ കഥകൾ പറയുന്നത്. അതിനകത്ത് പിന്നെ കോട്ടങ്ങളുണ്ട്. തെയ്യത്ത് കോട്ടം, പറങ്കിക്കോട്ടം, പട്ടാണിക്കോട്ടം, അങ്ങനെ മണത്തണക്കാവ്. ലാസ്റ്റ് പറയുന്നത് മണത്തണക്കാവ് എന്നാണ് പറയുന്നത്. ഈ നീലാർവട്ടം കാവാണ്. എന്നുവെച്ചാൽ ആ സമുദായങ്ങൾ കൂടുതലായിട്ട് 8 കോട്ടത്തിലുള്ള ഒരു കാവ്. അതിനകത്തൊരു മണത്തണക്കാവ് എന്ന് പറഞ്ഞ തെയ്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് പൊട്ടന്തറ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനറിയില്ല. പക്ഷേ എങ്കിൽ പറഞ്ഞു കേട്ടത് ഈ കാവിനെ കുറിച്ചിട്ടറിയാം. ഇതിൻ്റെ ബന്ധപ്പെട്ട ഓരോ സമുദായങ്ങളും അവർ നിന്നതും എല്ലാം ഇവിടെയാണ്, മണത്തനെയാണ്. അതിൻ്റെ കാവിനുണ്ട്. ഈ നീലിയാർവട്ടം കാവ് എന്ന് പറഞ്ഞ സ്ഥലം വേറെ തന്നെയുണ്ട്. മണത്തണ അത് മണത്തണ തന്നെയുണ്ട്. മണത്തണ ഒരു പ്രത്യേക പ്രദേശത്തുണ്ട്. അത് ഈ കരിമ്പനക്കലല്ല. കരിമ്പനക്കലോ ഈ ഭഗവതിയായിട്ട് ഒരു ബന്ധുവില്ല, നീലിയായിട്ട് ഒരു ബന്ധുവില്ല. യൂട്യൂബിൻ്റെ അകത്ത് ഈ ഭഗവതിൻ്റെ ഫോട്ടോ ആ കുളമെല്ലാം വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കേട്ടതാണ്. അത് കുറേ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. പക്ഷെ അതല്ല